മെഡിക്കൽ കോളേജിലൊക്കെ നമ്മളവിടെ പോയാലാണ് അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്തിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. ആസ്പത്രിയിൽ ചെന്നാൽ സദാ സൃഷ്ടാവിനെ ശുക്റിനെ ഓർമ്മ വരുന്നതാ ഹൃദയത്തിനെ. നമുക്കുള്ള രോഗമിൽ എത്രയോ വലുതായത്, പിടിപെട്ട് കഴിയുന്നുണ്ട് കാലം നീണ്ടത്. ചില ഉന്തുവണ്ടികളിൽ കിടത്തി കൊണ്ടതാ പോകുന്നു വേറൊന്നിൽ ഇരുത്തി വരുന്നിതാ. വണ്ടിക്ക് പിന്നിൽ ഉണ്ട് ദുഃഖം പൂണ്ടതായി, മിത്രങ്ങളും ബന്ധുക്കളും സമ്മിശ്രമായി. ഉമനീരിറക്കാൻ വെയ്യവായിൽ കൂടി, ട്യൂബിട്ട് മൂക്കിൽ കൂടിയ പരിപാടി. ആ രീതിയിൽ കഴിയുന്ന പലരും ഉണ്ട്, ഓർക്കുന്ന പക്ഷം ശുക്രതിന്നും ഉണ്ട്. അറുത്തിട്ട് മുറിവുണങ്ങാതെ വേദന തിന്നതായി കഴിയുന്ന പലരും ഉണ്ട്, കാലം നീണ്ടതായി. മെഡിക്കൽ കോളേജിൽ ശോഷിച്ച് ആളറിയാതെ എല്ലും തോലുമായി കഴിയുന്നു ബെഡിൽ, നോക്ക് നാക്കനക്കാത്തതായി. ഓപ്പറേഷനൊന്നും പിന്നെ രണ്ടും മൂന്നും ചെയ്തിട്ട് ഫലമില്ലാത്തതായി അത് മൂന്നും. രക്തം ഒലിച്ചിറങ്ങുന്നു മൂക്കിൽ കൂടി, ബെഡില്ലതാ കിടക്കുന്നു മുഖവും വാടി. കിഡ്നിക്ക് കേട് പിടിച്ച് രക്ഷ നശിച്ചതായി വലയുന്നു ഡോക്ടർമാര് കൈയൊഴിക്കുന്നതായി. ഇവയൊന്നുമില്ല നമ്മളിൽ എന്നോർത്ത്, ശുക്റാണ് വേണ്ടത് നാക്ക് കൽബും ചേർത്ത്. ചികിത്സിച്ച പലതും ഡോക്ടറും കെങ്കമന, ഫലം കിട്ടലാർക്കും ഓർക്ക് അത് മിൻ റബ്ബിന. സന്ദർശനത്തിന് ചെല്ലലും കത് സുന്ന, സമയം ചുരുക്കിയെടുത്ത് പിരിയണമെന്ന. രോഗിയെടുത്ത് എന്നാൽ വേഗത്തിൽ കഴിച്ചാലാണ് അവിടുന്ന് സ്വീപ്പുണ്ടാക്കരുത്. ചികിത്സക്ക് ഫലം കിട്ടും ക്രമേണ ക്രമേണയാ, കേടുള്ളതേതും അപ്രകാരം തന്നെയാ. തെങ്ങിന് കേട് ഭവിച്ചു എന്നാൽ പിന്നത് ശരിയാക്കിയാലെന്നാ തഴച്ചു വരുന്നത്. KMK തഴവ മൗലവി കുറിക്കുന്നതാ, ചികിത്സിച്ചു കൊണ്ട് മെഡിക്കലിൽ കഴിയുന്നതാ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 96 ആഗസ്റ്റിലാണ് എഴുതുന്നത്, അന്നുള്ള സംഭവമാണിതിൽ കുറിച്ചിട്ടത്. പ്രതിബന്ധമില്ലാതാക്ക് റബ്ബേ അമലിനും, തൗഫീക്ക് താനീ നിഅമത്തിനെല്ലാം ശുക്റിനും. ഗുണം ചെയ്യണേ നബിക്കും സഹാബത്താലിനും, മരുന്നും ശിഫ നടക്കുന്ന കാലം മുഴുവനും. തഴവോ റളിയല്ലാഹു അൻഹു.